സമ്മർ ആയത് കാരണം നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ എങ്ങനെ നമുക്ക് പരിപാലിക്കാം? ഇങ്ങനെ കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയാമോ? അതായത് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ സ്കിന്ന് പറയുന്നത് നമ്മുടെ ഒരു എലിമിനേഷൻ ചാനലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളുടെ ശരീരത്തിൽ 4 ദ്വാരങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന് നമ്മുടെ യൂറിൻ, പിന്നെ നമ്മുടെ ഫീസസ്, പിന്നെ സ്വെറ്റ്, പിന്നെ എയർ വി ബ്രീത്ത്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നും അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ എലിമിനേഷൻ ചാനലിനെ അഫക്റ്റ് ചെയ്ത, അതായത് നമ്മളുടെ മലവിസർജനം കാര്യങ്ങളും ഒന്നും നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വന്നില്ലെങ്കിൽ അത് ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് സ്കിൻ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എലിമിനേഷൻ ചാനലിനെ നന്നായിട്ട് ഇത് ചെയ്ത് ഫുഡാണ്. ഞാൻ എപ്പോഴും ആദ്യം പറയുന്നത് നല്ല ഡയറ്റ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളാംശം നിറഞ്ഞ ആഹാരങ്ങൾ, ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഓയിലി സ്പൈസി ഫുഡ് കഴിച്ച് നമ്മുടെ സ്കിൻ കണ്ടീഷൻസിനെ വഷളാക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം. കാരണം ഒത്തിരി പെൺകുട്ടികളിൽ മുഖക്കുരു ഒക്കെ വരുന്നത് അവരുടെ ആഹാരത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഷുഗർ ഫുഡ്, മൈദ, ഗോതമ്പ്, പാല്, അതുപോലെ തന്നെ സ്പൈസി, ഓയിലി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വർജിക്കുക ഈ സമ്മർ സീസണിൽ. പിന്നെ കൂടുതലായിട്ടുള്ള ഈ വാട്ടർമെലൺ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കുറേ നമ്മളുടെ ഇതിനകത്തേക്ക് ജ്യൂസസ് ആയിട്ടും ഫ്രൂട്ട് കട്ട്സ് ആയിട്ടും വെജിറ്റബിൾസും നമ്മൾ നന്നായിട്ട് കഴിക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തെ പറയാൻ വെച്ചാൽ ഇപ്പം നാച്ചുറലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നാച്ചുറൽ സൊല്യൂഷൻസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു ഹെയർ ടിപ്പ് പറയുവാണെങ്കിൽ നമ്മുടെ ഫ്ലാക്സ് സീഡ്, നമ്മുടെ തലമുടിക്ക് വേണ്ട ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്ക് ഒരു നാച്ചുറൽ കണ്ടീഷനാണ് ഫ്ലാക്സ് സീഡും അതുപോലെ നമ്മൾ ഒരു പിടി ചോറും കൂടെ കൂടിയിട്ട് നമ്മൾ ഫ്ലാക്സ് സീഡ് ആദ്യം തന്നെ സോക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു പിടി ചോറും കൂടെ നമ്മൾ ഇട്ടിട്ട് ഈ ഫ്ലാക്സ് സീഡിനെയും ചോറിനെയും നന്നായിട്ട് അരയ്ക്കുക. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ചോറുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വൈറ്റ് കളർ നല്ലൊരു കണ്ടീഷണർ കിട്ടും. ഈ കണ്ടീഷണർ നന്നായിട്ട് നമ്മൾ ബേബി ഷാമ്പു അല്ലെങ്കിൽ താളിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തല കഴിയതിന് ശേഷം ഈ കണ്ടീഷണർ നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഈ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇത് ഒരു നാച്ചുറൽ കണ്ടീഷനിങ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഡ്രൈ ഹെയർ നമ്മൾ വലിയ പ്രശ്നമാണല്ലോ. പറഞ്ഞ പോലെ നല്ലപോലെ വാഷ് ചെയ്തതിന് ഇത് ചെയ്യും. പിന്നെ സ്കിന്നിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലും അതുപോലെ കുറച്ച് ഹണി. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു കുറച്ച് മതി, വളരെ തിക്കായിട്ട് എടുക്കണം. കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴാണ് അത് ഡ്രൈ ആവുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുകി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും നമ്മുടെ സ്കിന്നിനുള്ള. അപ്പോൾ ആ ഡ്രൈനെസ് മുഴുവൻ മാറും. അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് വിർജിൻ കോക്കനട്ട് ഓയിൽ, അത് നമുക്ക് ഈ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ മസാജൊക്കെ ചെയ്തിട്ട് ഇത് ചെയ്യാം. അതുപോലെ ഉപ്പൂറ്റി വിണ്ട് കീറുന്നവർക്കൊക്കെ ഈ വിർജിൻ കോക്കനട്ട് ഓയിൽ ഇത് ചെയ്യാം. അതുപോലെ തന്നെ കാലിൻ്റെ ഈ വിണ്ട് കീറലുള്ളവർക്ക് കുറച്ച് അതിൻ്റെ കൂടെ വൈറ്റമിൻ ഇയും കൂടെ ചേർത്തിട്ട് വാസലിനും അതുപോലെ അല്ലെങ്കിൽ ഷിയ ബട്ടർ ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് ഇത് ചെയ്യാം. പിന്നെ മുഖത്തിൻ്റെ വേറൊരു ഇതെന്ന് തലമുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും ഒരേപോലെ ബെനിഫിഷ്യലാണ് അലോവേര. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ ഈ അലോവേരയുടെ കട്ട് ചെയ്യുമ്പോൾ ഒരു മഞ്ഞ ചറം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അത് ഭയങ്കര ദൂഷ്യം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ആ ഉള്ളിലത്തെ ജെല്ലെടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിക്കുകയോ അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്ന് കയറിയ ഉടനെ തന്നെ നമ്മളുടെ വീട്ടിലൊരു ചെടിച്ചട്ടി അലോവേര ഒരെണ്ണം മേടിക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് നമ്മളത് മുഖത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നാച്ചുറലി നമുക്കത് ആ ഒരു ഇത് കിട്ടും. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം ജോജോബ ഓയിൽ എന്ന് പറയും. ജോജോബ ഓയിലും ഈ പറഞ്ഞ പോലെ നല്ലപോലെ ഒരു ഫേഷ്യൽ മസാജ് ചെയ്യാൻ നല്ലൊരു ഓയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു കണ്ടീഷനിങ്ങും അതുപോലെ തന്നെ ആ ഡ്രൈനെസ് മാറാനൊക്കെ വളരെ ഫലപ്രദമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ ഹാർഷായിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ അതേപോലെ തന്നെ സ്ക്രബ്, നാച്ചുറലായിട്ടുള്ള സ്ക്രബ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ അരിമാവും കുറച്ച് പറഞ്ഞുള്ള ചെറുതായിട്ട് നല്ല പൊടിപ്പിച്ച മഞ്ഞൾ കിട്ടുമെങ്കിൽ ആ അരിമാവും മഞ്ഞളും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെളിയുമൊക്കെ നമ്മുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുഴിയൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം ഈ അലോവേര തേക്കുക. അലോവേര ചെയ്ത് കഴിഞ്ഞൊന്ന് കഴുകി കളഞ്ഞിട്ട് തേങ്ങാപ്പാലും ഹണിയുടെ ഒരു പാക്ക് ഇത് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ സ്റ്റെപ്പായിട്ട് പറഞ്ഞല്ലോ, അങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ ഗട്ട് കണ്ടീഷനെ കുറിച്ചിട്ട്, അപ്പൊ വയറിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെ ആഹാരത്തിൽ അത് ക്രമീകരിക്കേണ്ടത്? എന്ത് ടൈപ്പ് ഓഫ് ആഹാരങ്ങളാണ് അത് കഴിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ, ഇപ്പൊ ചീര അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തുക. പ്രോബയോട്ടിക്സുകൾ കഴിക്കുക. അതിലൂടെ നമുക്ക് എന്താ വെച്ചാൽ ഒത്തിരി ബാക്ടീരിയാസ്, ഫംഗസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു മാസത്തിൽ ഒരു 4 മാസമൊക്കെ കൂടുമ്പോൾ ഡീവോം ചെയ്യുന്നതും നമ്മുടെ സ്കിൻ കണ്ടീഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനും നല്ലതാണ്. കാരണം നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ പെറ്റുപെരുകി കിടക്കുന്ന ബാക്ടീരിയാസും ഫംഗസും തന്നെയാണ് നമ്മുടെ സ്കിൻ കണ്ടീഷൻ ലൈക്ക് ഡെർമറ്റൈറ്റിസ്, എക്സീമ ഇതൊക്കെ വരുത്തുന്നത്. ഈവൻ സോറിയാസിസ് പോലും നമ്മളുടെ ഈ വയറിൻ്റെ ഗട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്കിൻ കണ്ടീഷനിലേക്ക് വരണതിന് മുമ്പ് തന്നെ നമ്മൾ അതിനൊരു തടം ഇടുന്നതെന്ന് പറയുന്ന നല്ല ഇതായിട്ടുള്ള പ്രോബയോട്ടിക്കുകൾ കഴിക്കുക. അതായത് നമ്മുടെ ഈ പണ്ട് നമ്മുടെ അമ്മമ്മമാരൊക്കെ ചെയ്യുന്ന ഉപ്പിലിട്ട അതിൽ ഭരണിയിലിട്ട ഉമാങ്ങ, ഇതൊക്കെയാണ് ശരിക്കും നല്ല പ്രോബയോട്ടിക്സുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഇപ്പം സമ്മർ ഡേയ്സിൽ രാവിലെ തന്നെ പഴങ്കഞ്ഞി കുടിച്ചു നോക്കൂ, വയറ് നല്ല കൂളായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു എരിച്ചിലും പുകച്ചിലും ഒന്നും വരില്ല. അതേസമയം ഭയങ്കര സ്പൈസി ആയിട്ടുള്ളത് തന്നെ രാവിലെ പൂരി അങ്ങനത്തെ ഉള്ളത് കഴിച്ചു നോക്കൂ. ഈ 2 കഴിക്കുമ്പം അതിൻ്റെ ദിവസങ്ങളുടെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കൂ. അപ്പോൾ പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ നമ്മുടെ വയറ് നല്ല തണുപ്പും നല്ല രീതിയിലുള്ള ഒരു വയറിൻ്റെ ഹെൽത്തും എലിമിനേഷനും എല്ലാം നന്നായിട്ട് നടക്കും. അതേസമയം ഈ ഓയിലി ഫുഡും അങ്ങനെയൊക്കെ ഉള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഹീറ്റും അതുപോലെ സ്കിന്നിൻ്റെ ഉള്ളിൽ തന്നെ ആ റാഷസും ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾ സാലഡ്സ് രാത്രി കഴിക്കുക. അതുപോലെ തന്നെ ഈ സൂപ്പ് ശരിക്കും പറഞ്ഞാൽ വിൻ്റർ സീസണിൽ നല്ലതാണെങ്കിൽ പോലും ഈ സൂപ്പാണെങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരു അധികം 8 മണിയൊക്കെ മുമ്പ് തന്നെ നമുക്ക് ഡിന്നർ കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വെജിറ്റബിൾ സാലഡ്, ഒലീവ് ഓയിലൊക്കെ ഉപയോഗിച്ച വെജിറ്റബിൾ സാലഡ്, അതായത് നമ്മൾ ഈ അറബ് സാലഡ്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒലീവ് ഓയിലും അതുപോലെ കുറച്ച് നാരങ്ങ, അതുപോലെ തന്നെ കുറച്ച് ഹെർബൽ പൗഡർ എല്ലാം കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ ഒരു സാലഡ് ഡ്രസ്സിങ് ആക്കിയിട്ട് നല്ലപോലെ ക്യുക്കുംബർ, ലെറ്റ്യൂസ്, അതുപോലെ തന്നെ തക്കാളി, ക്യാരറ്റ് എന്തൊക്കെ കിട്ടുന്നോ അതെല്ലാം കൂടി ഒരു റിച്ച് സാലഡും കഴിക്കുക. ഇതൊക്കെ നമ്മളുടെ സ്കിൻ ഹെൽത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഈ സോറിയാസിസ് പോലെയുള്ള സ്കിൻ കണ്ടീഷൻസിനൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ? പിന്നെ നമുക്ക് നമ്മളുടെ നാച്ചുറോപ്പതിയിൽ പറയുന്നതെന്ന് വെച്ചാൽ കഞ്ഞിയും മഞ്ഞളും എന്ന് പറയും. അപ്പോൾ ഈ മഞ്ഞൾ ആക്ച്വലി ശ്രദ്ധിക്കണം. കാരണം ഒത്തിരി മായം കലർത്തിയ മഞ്ഞപ്പൊടികൾ മേടിക്കാതിരിക്കുക. നമ്മളുടെ തന്നെ അറിയുന്ന രീതിയിലുള്ള പൊടിപ്പിക്കുന്ന മഞ്ഞളൊക്കെ, വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾപ്പൊടി, നല്ല ഓർഗാനിക്കോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. അതും നമ്മളുടെ ചോറും ഇത്തിരി കഞ്ഞിയും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അത് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കഴുകികളയുക. അങ്ങനെയുള്ളവർ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഇതിൻ്റെ കൂടെ ആര്യവേപ്പും കൂടി കുറച്ച് ഇലകളും കൂടെ അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കിൻ കണ്ടീഷൻസിനെ നമുക്ക് ടേപ്പർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്കിന്നും ഹെയറും ഒക്കെ എന്നുള്ളത്. നമ്മളുടെ ഗട്ട് ഹെൽത്തായിട്ടും പുറത്ത് ഒത്തിരി എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഹോം റെമഡീസൊക്കെ ചെയ്ത് നമുക്ക് പരിപാലിച്ച് പോവുകയാണെങ്കിൽ കെമിക്കൽസിൻ്റെ ഒരു ഉപയോഗം നമുക്ക് നല്ല രീതിയിൽ തടയാനായിട്ട് സാധിക്കും.